യമണ്ടൻ, ക്നാപ്പൻ, ഓസി എന്നുള്ള പല പ്രയോഗങ്ങളും നമ്മുടെ മലയാളത്തിലുണ്ട്. എന്നാൽ ഇതിൻ്റെയൊക്കെ ഒരു ഒറിജിൻ എന്താ നോക്കിയാലോ. ആദ്യം നമുക്ക് യമണ്ടനിലോട്ട് പോവാം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നമ്മുടെ മദ്രാസ് പോർട്ട് ബോംബിട്ട അല്ലെങ്കിൽ ഷെല്ലിങ് നടത്തിയ ഒരു ജർമ്മൻ ഷിപ്പിൻ്റെ പേരാണ് SMS എംഡൻ. ആ എംഡൻ എന്നുള്ള പേര്, ആ ഒരു ഷിപ്പിൻ്റെ സൈസ് ഭയങ്കര വലുതായിരുന്നു. അത് ഉണ്ടാക്കിയ നാശവും അതിലും വലുതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവാം എംഡൻ എന്നുള്ള പേര് ലോപിച്ച് യമണ്ടൻ എന്നുള്ള മലയാള പ്രയോഗത്തോട്ട് വന്നത്. അതുപോലെ തന്നെയാണ് ക്നാപ്പൻ. അന്ന് മലബാറിൻ്റെ കളക്ടറായിരുന്നുള്ള ആർതർ ക്നാപ്പ് എന്നുള്ള ഒരു കളക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ അൺപോപ്പുലർ ആയിരുന്നു. വളരെ പ്രിമച്ചുറായിട്ടുള്ള പല സ്റ്റെപ്പുകളും എടുത്തു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സ്റ്റെപ്പുകൾ എടുക്കുന്ന ഒരാളെ അല്ലെങ്കിൽ ഇത്തരം ചെയ്തികൾ നടത്തുന്ന ഒരാളെ നമ്മൾ ക്നാപ്പൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയായിരിക്കും ആ ടേം വന്നത്. ഇതുപോലെ തന്നെയാണ് ഓസി എന്നുള്ള പ്രയോഗം. ഓസി എന്ന പ്രയോഗം നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ചില ഗുഡ്സും ചില സർവീസസും അതല്ലെങ്കിൽ ചില കത്തിടപാടുകളൊക്കെ ഓൺ കമ്പനി സർവീസസ് എന്നുള്ള ലേബലുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് അയക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് അയക്കുന്ന അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് എല്ലാത്തിനും ഉപയോഗിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഓസികൾ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ KD അല്ലെങ്കിൽ നമ്മൾ ചീട്ടുകൾക്ക് ഉപയോഗിക്കുന്ന ആർട്ടിൻ, ക്ലാവർ എന്നിനൊക്കെ ഇതുപോലെയുള്ള ഒറിജിൻ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം കണ്ടൻസ് വേണ്ടി ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക. താങ്ക്